മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേർന്നു. മിനിസ്റ്റർ, ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ച ഒരു സാഹചര്യമാണ് കൊല്ലത്ത് തെവലക്കര സ്കൂളിൽ. ഈ KSEBയുടെ ഹൈ വോൾട്ടേജ് ലൈൻ സ്കൂളിന്റെ 1ാം നിലയോട് അതേ പാരലായിട്ട് പോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. കുട്ടി പാരപ്പറ്റിൽ ഇറങ്ങിയപ്പോഴാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു വലിയ ക്രമക്കേട് KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. വിശദമായി അന്വേഷിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് അന്വേഷിച്ച ശേഷം പറയാം. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ലെ? അത് മന്ത്രിക്കും അതിൽ തർക്കമില്ല. അന്വേഷിച്ചിട്ടില്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്താ ഇപ്പൊ കിട്ടിയ എനിക്ക് ഇപ്പോഴേ അറിഞ്ഞ റിപ്പോർട്ട്. അല്ല, അത് മനസ്സിലായി മിനിസ്റ്റർ. പക്ഷെ നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുകയും പെട്ടെന്ന് ചെറിയ കുട്ടിയാണല്ലോ, സ്വാഭാവികമായിട്ടും വലിയൊരു ജനരോഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യമുണ്ട്. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ക്രമക്കേട് വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയിലേക്ക് കടക്കും. അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിലെ അന്വേഷിക്കാൻ പറഞ്ഞത്. ഇത് ഈ ഒറ്റ കാര്യം കൂടെ മിനിസ്റ്റർ, ഈ ലൈൻ ഇവിടുന്ന് മാറ്റണമെന്ന് സ്കൂളുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അത് സ്കൂളുകാർ KSEBയോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ KSEB അത് ചെവി കൊണ്ടില്ല. സ്കൂള് ലൈൻ വന്ന ശേഷമാണോ സ്കൂൾ വന്ന ശേഷമാണോ ലൈൻ വന്നത് എന്നുള്ളത് അറിയണല്ലോ. അതൊരു പഴയ സ്കൂളാണ്. മാത്രമല്ല അതൊരു ഡെപ്യൂട്ടി സിഇനെ കൊണ്ട് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അല്ല മിനിസ്റ്റർ, ഇതിപ്പോ സ്കൂൾ വന്ന ശേഷം ലൈൻ വന്നാലും ലൈൻ വന്ന ശേഷം സ്കൂൾ വന്നാലും സ്കൂളിൽ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ KSEB നടപടി എടുക്കേണ്ടതല്ലേ? ഇത് ആദ്യം ആരും ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നുള്ളത് എങ്ങനെയാണ് ബാധകമാകുക? അത് എന്താണെന്ന് അറിയട്ടെ, വിവരം അറിയട്ടെ. എന്തറിയോ, ഈ ലൈൻ വന്ന ശേഷമാണ് സ്കൂൾ വെച്ചിരുന്നെങ്കിൽ അത് മാറ്റണമെങ്കിൽ അവരിടപെടണ്ടേ, സ്കൂളുകാരെ ഇടപെടണ്ടേ? ഒന്ന് പഴയ സ്കൂളാണ്, 2 ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സംഭവമല്ലേ മിനിസ്റ്റർ? ഇത് ശരിയാണെന്ന് സമ്മതിച്ചു ഞാൻ. അതെല്ലാം പറയുന്നത് ഒരു അന്വേഷിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഔദ്യോഗികമായി ഇതിന്റെ നിയമവശങ്ങളൊക്കെ അത് അന്വേഷിക്കാണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് ഈ മിനിറ്റ് വരെ കിട്ടിയിട്ടില്ല? താങ്കളെ ഇത് ആരും അറിയിക്കുകയൊന്നും ചെയ്തില്ല? ഇപ്പോഴാണ് അറിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇപ്പൊ അന്വേഷിക്കാൻ പോയി റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ക്രമക്കേടുണ്ടെങ്കിൽ നടപടിയെടുക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പ്രതികരിച്ചത്.